ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണർ ആണ് രാഷ്ട്രപതിക്ക് ബില്ല് അയച്ചത്. വിവരങ്ങൾ സേഫ് നൽകും. സേഫ്, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ലോകായുക്ത നിയമ ഭേദഗതി ബില്ലടക്കം 7 ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നായിരുന്നു ലോകായുക്ത നിയമ ഭേദഗതി ബിൽ. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിലടക്കം ഉയർന്നു വരികയും ചെയ്തു. സെക്ഷൻ 14 പ്രകാരം ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്ക് ഉള്ള അധികാരം, സെക്ഷൻ 14 പ്രകാരമുള്ള അധികാരം നൽകുന്നതായിരുന്നു നിലവിലുള്ള നിയമം. ആ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സെക്ഷൻ 14 പ്രകാരം ഒരു ഓർഡർ ലോകായുക്ത ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം മുഖ്യമന്ത്രി അധ്യക്ഷനായ 3 പേർക്ക് നൽകുന്നതായിരുന്നു പുതിയ നിയമ ഭേദഗതി. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന 3 പേർക്ക് അതിനകത്ത് അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ള നിയമ ഭേദഗതിയായിരുന്നു നിയമസഭ കൊണ്ടുവന്നത്. ഇതിൽ താൻ ഒപ്പിടില്ല എന്ന കർശനമായ നിലപാട് പല ഘട്ടങ്ങളിലും ഗവർണർ സ്വീകരിച്ചിരുന്നു. ഒടുവിൽ യുമായി ബന്ധപ്പെട്ട് ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ഇത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരുന്നു. ആ ബില്ലുകളിൽ ഒന്നിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമായിട്ട് തന്നെ അതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഗവർണർ ഒപ്പിടാതെ ഏതാണ്ട് 9 മാസക്കാലം അദ്ദേഹം രാജ്ഭവനിൽ പിടിച്ചുവെച്ച ഒരു ബില്ലിനാണ് രാഷ്ട്രപതി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോണിൽ നിയമമന്ത്രി പി രാജീവിനെ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ വിഷയത്തോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഗവർണറുടെ രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഗവർണർ പിടിച്ചുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കേസുകൾ ലോകായുക്ത പരിഗണിക്കാനിരിക്കുകയാണ്. നാളെ ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസ് ലോകായുക്ത പരിഗണിക്കാനിരിക്കുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുകയും അത് പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ലോകായുക്തയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അടക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ ഗുണപരമായ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഗൗരവമായി കാണാൻ കഴിയുന്ന ഒരു നടപടിയാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഗവർണർക്ക് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇതിലൂടെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല് രാഷ്ട്രപതി ഒപ്പിടുന്നു. അതായത് ഗവർണർ വാശി പിടിച്ചിരിക്കുകയാണ്, ഈ ബില്ല് ഞാൻ ഒപ്പിടില്ല എന്ന വാശി പിടിച്ച ബില്ല് അത് രാഷ്ട്രപതി ഒപ്പിടുന്ന സാഹചര്യം. സംസ്ഥാന സർക്കാർ ഈ നേട്ടത്തെ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ നോക്കി കാണുന്നത്? മുമ്പായതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമില്ല. കാരണം സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഗവർണർ ബില്ലുകളിൽ ഒപ്പിടുന്നില്ല എന്നുള്ള വാദം സുപ്രീം കോടതിക്ക് മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രപതിക്ക് അയച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയില്ല. പക്ഷേ ഗവർണർമാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭരണഘടനയുടെ 200 അനുച്ഛേദ പ്രകാരമാണ് അവർ ബില്ലുകളിൽ ഒപ്പിടേണ്ടത്. പെട്ടെന്ന് ഒപ്പിട്ട് നൽകണം എന്നുള്ളത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഈ പെട്ടെന്ന് എന്ന് പറയുന്നത് എത്ര സമയത്തിനുള്ളിലാണ് എന്നൊരു വ്യക്തത അതിനകത്തില്ലാത്തതാണ് ഗവർണർമാർ ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചു വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഈ പ്രതിപക്ഷ പാർട്ടികൾ കാണുന്നത്. അതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി ആ കേസ് പരിഗണിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഈ ബില്ലുകളെല്ലാം കൂടി ഒരുമിച്ച് രാഷ്ട്രപതിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ അംഗീകാരമായിട്ട് തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിയമസഭയുടെ അധികാരത്തെ രാഷ്ട്രപതി ഉയർത്തിപ്പിടിക്കുന്നു എന്ന തരത്തിൽ പോലും അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു നടപടി രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് സംസ്ഥാന സർക്കാരിന് ഈ ഘട്ടത്തിൽ പറയാം. ഗവർണർ ചെയ്തത് തെറ്റാണ് എന്ന് രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നു എന്ന തരത്തിൽ അതിനെ
വ്യാഖ്യാനിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയമായി കൂടി സംസ്ഥാന സർക്കാരിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നാണ് ഈ നടപടി ഉണ്ടാകുന്നത്. ഗവർണർക്ക് ഇനി അധികം ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചുവെക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തെ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടി ആണ് രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സംസ്ഥാന സർക്കാർ നിയമസഭ പാസാക്കി വിടുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു. നിയമ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഗവർണർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രാഷ്ട്രപതിക്ക് ആ ബില്ലുകൾ അയച്ചു കൊടുക്കുന്നു. രാഷ്ട്രപതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലിൽ ഒപ്പിട്ട് തിരിച്ചയക്കുന്നു. അതും ലോകായുക്ത നിയമ ഭേദഗതി ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത്, ലോകായുക്തയുടെ നഖം പിഴുതെടുത്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി തന്നെ ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് ചില ബില്ലുകൾ കൂടിയുണ്ട്. ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ലുണ്ട്. ഗവർണർ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലുണ്ട്. ആ ബില്ലുകളൊന്നും രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലിൽ ഒപ്പിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്. ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടം ഈ ബില്ല് ഒപ്പിടുന്നത് വഴി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതുവഴി കണക്കാക്കിയെടുക്കാൻ കഴിയുന്നത്.